1998 വൈറ്റ് ഹൗസ് ഇന്റേൺ ആയിരുന്ന മോണിക്ക ലെവിൻസ്കി അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റനെ കുറിച്ച് ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രസിഡന്റിന് താനുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായി അത് ആളിക്കത്തി. രാജിക്കായി 4 ഭാഗത്തു നിന്നും മുറവിളി ഉയർന്നിട്ടും ക്ലിന്റൺ വഴങ്ങിയില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്താൻ നിർബന്ധിതനാകുകയും ഇംപീച്ച്മെന്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ക്ലിന്റൺ മോണിക്ക വിവാദം ഒരിക്കൽ കൂടി അമേരിക്കയിൽ ചർച്ചയായിരിക്കുകയാണിപ്പോൾ. US പോഡ്കാസ്റ്റർ അലക്സ് കൂപ്പറുടെ കോൾ ഹർ ഡാഡി എന്ന പ്രോഗ്രാമിൽ അന്നത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് മോണിക്ക നടത്തിയ വെളിപ്പെടുത്തലാണ് വീണ്ടും ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. കടുത്ത മാധ്യമ വേട്ടയ്ക്കും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായ അവർ 2 പതിറ്റാണ്ടിലേറെ നീണ്ട അതിജീവന പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അന്ന് ക്ലിന്റന് കുറച്ചുകൂടി നല്ല രീതിയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നുവെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നാണ് മോണിക്ക ഇപ്പോൾ പറയുന്നത്. ഈ വിഷയത്തിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്ന് പറഞ്ഞ് രാജിവെക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ചെയ്യേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ കള്ളം പറയാതെ പദവിയിൽ തുടരാൻ നോക്കണമായിരുന്നു. അല്ലാതെ പിച്ച് വെച്ച് തുടങ്ങുന്ന ഒരു യുവതിയിൽ എല്ലാ പഴിയും ചാർത്തി സ്ഥാനമുറപ്പിക്കാൻ നോക്കുകയായിരുന്നില്ല വേണ്ടിയിരുന്നതെന്നും മോണിക്ക പറയുന്നു. വാർത്തകളിൽ നിറഞ്ഞതോടെ അജ്ഞാതിയായി കഴിഞ്ഞിരുന്ന തന്റെ ജീവിതം നഷ്ടമായെന്നും അവർ പറയുന്നുണ്ട്. ഭാവിയും തകർന്നു, ആത്മബോധം നഷ്ടപ്പെട്ടു, ആകെ തകർന്നുപോയി. അതിനിടയിലാണ് ഡോക്ടർ സൂസൻ എന്ന പേരിലുള്ള ഫോറൻസിക് സൈക്കോളജിസ്റ്റായ ഒരു തെറപ്പിസ്റ്റിനെ കുറിച്ച് വിവരം ലഭിക്കുന്നതും അവരെ വിളിക്കുന്നതും. സൂസനാണ് മാനസിക പിന്തുണ നൽകി കൈ പിടിച്ചുയർത്തുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് എല്ലാ കടപ്പാടും സൂസൻ ആയിരിക്കുമെന്നും പോഡ്കാസ്റ്റിൽ മോണിക്ക പറയുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ ഇന്റേൺ ആയിരുന്നു മോണിക്ക ലെവിൻസ്കി. 1973 കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച അവർ എഴുത്തുകാരിയും പ്രഭാഷകയും ആക്ടിവിസ്റ്റുമെല്ലാമായി സജീവമാണിപ്പോൾ. ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം 1995 വൈറ്റ് ഹൗസിൽ ഇന്റേൺഷിപ്പിന് ചേരുന്നത്. അവിടെ ജോയിൻ ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രസിഡന്റുമായി പരിചയത്തിലായി. അധികം വൈകാതെ തന്നെ ആ ബന്ധം പ്രണയത്തിലേക്കും വഴിമാറി. പ്രസിഡന്റും മോണിക്കയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ അപ്പോഴേക്കും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം മോണിക്കയെ പെന്റഗണിലേക്ക് സ്ഥലം മാറ്റിയത്. ഇത് കൂടുതൽ ദുരൂഹതയ്ക്ക് വഴിവെച്ചു. പെന്റഗണിൽ എത്തിയ ശേഷം ലിൻഡ ട്രിപ്പ് എന്ന പേരിലൊരു ജീവനക്കാരിയുമായി സൗഹൃദത്തിലായി മോണിക്ക. പതിയെ പ്രസിഡന്റുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കുവെച്ചു തുടങ്ങി. ഓരോ ദിവസവും കഥകളുടെ കെട്ടഴിക്കാൻ തുടങ്ങിയതോടെ ട്രിപ്പ് എല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്തു. 20 മണിക്കൂർ ദൈർഘ്യമുള്ള ശബ്ദരേഖയാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി കുറച്ചുകാലം എല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വൈറ്റ് വാട്ടർ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടൊരു അഴിമതി വിവാദത്തിൽ ബിൽ ക്ലിന്റൺ അകപ്പെട്ടു. സ്വതന്ത്ര കൗൺസിലറായ കെന്നത്ത് സ്റ്റാറിനായിരുന്നു അഴിമതി കേസിൽ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വൻ വെളിപ്പെടുത്തലുമായി ലിൻഡ ട്രിപ്പ് സ്റ്റാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ശബ്ദരേഖകൾ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. റിയൽ എസ്റ്റേറ്റ് കേസിനിടെ ക്ലിന്റന് കൂടുതൽ കുരുക്കായി ഈ സംഭവം. 1998 ജനുവരിയിലായിരുന്നു ആദ്യമായി വാർത്ത പുറത്തു വരുന്നത്. ആരോപണം മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതോടെ പരസ്യ നിഷേധവുമായി ക്ലിന്റൺ തന്നെ രംഗത്തെത്തി. വൈറ്റ് ഹൗസിൽ ഭാര്യ ഹിലരി ക്ലിന്റനോടൊപ്പം വാർത്താ സമ്മേളനം തന്നെ നടത്തി ക്ലിന്റൺ. മോണിക്കയുമായി ആരോപിക്കപ്പെടുന്ന ഒരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി. യുവതിക്കെതിരെ എല്ലാ കുറ്റവും ചാർത്തുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങൾ വിട്ടില്ല. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളുമായി വാർത്താ പരമ്പരകളുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. ക്ലിന്റന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യമെങ്ങും പ്രതിഷേധങ്ങളും ഉയർന്നു. ഒടുവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ബിൽ ക്ലിന്റൺ തന്നെ കുറ്റം സമ്മതിച്ചു. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോണിക്കയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നെന്ന് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തി. ഭാര്യയെയും രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന കുറ്റസമ്മതവും നടത്തി. പിന്നീട് ഇംപീച്ച്മെന്റിലേക്ക് വരെ കാര്യങ്ങളെത്തി. സെനറ്റിൽ ചീഫ് ജസ്റ്റിസ് വില്യം റെങ്കിസ്റ്റിന്റെ അധ്യക്ഷതയിൽ വിചാരണ നടന്നു. സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ പക്ഷേ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ട ബിൽ ക്ലിന്റൺ 2001 ജനുവരിയിൽ കാലാവധി തീരും വരെ ഭരണം തുടരുകയും ചെയ്തു.